ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. സോ അതിന്റെ ഗെറ്റ് റെഡി വീഡിയോ ആണിത്. ഐ എം ഗിവിംഗ് ഡിപ്ലോമ ഫസ്റ്റ് ഇയർ ഇൻ ഭരതനാട്യം. സോ അതിന്റെ ഒരുക്കം എന്ന് പറയുന്നത് ഒരു ഭരതനാട്യം ഡാൻസറിനെ പോലെ ആണല്ലോ. ആൻഡ് ഐ തോട്ട് ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ യു ഗൈസ് ടു സീ ഇറ്റ്. സോ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ഇടാണ്. മൈ ഫേസ് ഇസ് ഓൾറെഡി ക്ലീൻ. ഐ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലിപ് ടിന്റ് ബിക്കോസ് രാവിലെ എണീറ്റപ്പം ഐ ലുക്ഡ് ഡെഡ് ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് കുറച്ച് ലിപ് ടിന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതർ ദാൻ ദാറ്റ് മൈ ഫേസ് ഹാസ് നത്തിങ് എൽസ്. സോ ഞാൻ ഈ സിമ്പിളിന്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ആദ്യം ഇടുന്നത്. മോസ്റ്റ്ലി ഞാൻ ഈ എക്സാം അകത്തിരുന്നായിരിക്കും എഴുതുന്നത്. ആൻഡ് ഐ ആം ഗോയിങ് ടു സ്വെറ്റ്. കാരണം പ്രാക്ടിക്കൽസിന് നമ്മൾ കുറച്ചൊക്കെ ഡാൻസ് കളിച്ചൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഐ ആം നോട്ട് ഗോയിങ് ടു വെയർ എ സൺസ്ക്രീൻ. കാരണം സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ ഐ വിൽ സ്വെറ്റ് മോർ ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഓൾ ഓയിലി. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. അപ്പൊ ഞാൻ കുറച്ച് ഒരു ക്രീം പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ്, മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. ഈ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഇടുകയാണ്. യൂഷ്വലി എപ്പോഴും ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല, പക്ഷെ ഇന്ന് എസ്പെഷ്യലി ഇട്ടേ പറ്റുള്ളൂ. കാരണം ഐ ഹാവ് ഡാർക്ക് സർക്കിൾസ്. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പിമ്പിൾസ്, റെഡ്നെസ്. സോ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ആം യൂസിങ് ലൈക്ക് എ ഫൗണ്ടേഷൻ. ഇത് മാമ എർത്തിൻ്റെ BB ക്രീമോ CC ക്രീം എന്തോ ആണ്. ദിസ് ഇസ് ഇൻ ദ ഷെയ്ഡ് പീച്ച്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലൈറ്റ് ഫോർ മീ റൈറ്റ് നൗ. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഒത്തിരി ടാൻ ആയിട്ടുണ്ട്. സോ യാ, നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒത്തിരി ഗ്യാപ്പ് കൊടുക്കാറില്ല. പെട്ടെന്ന് തന്നെ ഫൗണ്ടേഷൻ ഇടാറുണ്ട്. കാരണം അപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതർവൈസ് ദിസ് പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ റൈറ്റ് CC ക്രീം, ഇത് ഡ്രൈ പാച്ചസിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ദർ നീഡ്സ് ടു ബി സം കൈൻഡ് ഓഫ് wetness for it to blend really well. But once it blends, it looks like skin. So that's why I still use it. ഇതെന്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. സാധാരണഗതിയിൽ ഞാൻ കഴുത്തിലും കൂടെ ഫൗണ്ടേഷൻ ഇടും ടു മാച്ച് ഇറ്റ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇടുന്നില്ല. കാരണം ദിസ് ഏരിയ വിൽ ഓൾസോ സ്വെറ്റ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം റിയലി മെസ്സി. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു സ്കിപ്പ് ദ ഫൗണ്ടേഷൻ ഓൺ മൈ നെക്ക്. ഓക്കെ, സോ അടുത്തത് ബ്ലഷ് ആണ്. ആൻഡ് ഐ എം ഗോയിങ് ടു യൂസ് ദ പിക്സി ഓൺ ദ ഗ്ലോ ബ്ലഷ്. കണ്ടോ, ഇതേപോലെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്റെ ടെസ്റ്റ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കുറച്ച് ഓവറായിട്ടാണ് ഇടുന്നത്. കാരണം അതർവൈസ് ഇറ്റ് വിൽ നോട്ട് പിക്കപ്പ് ഓൺ ദ ക്യാമറ. ഞാനൊരു എമർജൻസി ആയിട്ട് നാട്ടിലോട്ട് വന്നതുകൊണ്ട് എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് ടെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. സോ ഐ ആം ഗോയിങ് ടു ടേക്ക് ദ ടെസ്റ്റ് ഓൺലൈൻ ദിസ് ഇയർ, ജസ്റ്റ് പ്രാക്ടിക്കൽസ്. അപ്പം നമുക്ക് വി ഷുഡ് ലുക്ക് പ്രസന്റബിൾ അല്ലേ. ബ്ലഷ് ഇട്ടു, ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇടാൻ തോന്നി ഒന്നും കൂടെ ഇടും. പക്ഷെ ഫോർ നൗ ദിസ് ഇസ് ലൈക്ക് ഗുഡ് ടു ഗോ. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതലാണ്. സാധാരണ ഓൺ എ റെഗുലർ ബേസിസ് ആണെങ്കിലും ഞാൻ വാലിട്ടാണ് എപ്പോഴും കണ്ണെഴുതാറുള്ളത്. ഇന്ന് നമുക്ക് വാലിന് കുറച്ച് നീട്ടം കൊടുക്കാം. വാലിട്ട് കണ്ണെഴുതുന്നത് ഒരു ഭരതനാട്യം ഡാൻസറിന്റെ key feature അല്ലേ. So we'll replicate that. പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് എല്ലാ പരിപാടിക്കും, ഡാൻസ് പരിപാടിക്കും എല്ലാത്തിനും ചേരാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, എല്ലാ പരിപാടിക്കും നമുക്കൊരു മേക്കപ്പ് ചെയ്ത് തരുമല്ലോ. അത് സ്കൂളിൻ്റെ വകയാണെങ്കിലും കോളേജിൻ്റെ വകയാണെങ്കിലും ദർ ഈസ് ഓൾവേസ് സംബഡി ഹു വിൽ പ്രൊഫഷണലി ഡു യുവർ മേക്കപ്പ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. എനിക്കൊന്നും മേക്കപ്പിനോടുള്ള ഇഷ്ടവും ഒരു പരിധി വരെ അവിടെ നിന്നാണ് വന്നത്. അപ്പം ഐ മേക്കപ്പിന്റെ കാര്യത്തില്
ഞാൻ അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഐ ആം ഗോയിങ് ടു ഷേപ്പ് മൈ ഐബ്രോസ്. നമ്മൾ ഏത് ഫോം ഓഫ് ഡാൻസ് പെർഫോം ചെയ്യുകയാണെങ്കിലും ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ഐ മേക്കപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഡാൻസിൻ്റെ ഐ മൂവ്മെൻറ്റ്സും ഗ്രേസും ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഐ മേക്കപ്പ് റിയലി ഹെൽപ്സ്. സോ ലൈക്ക് എനിക്ക് പൊതുവേ ഐബ്രോസും ഐ ഷാഡോസും ഒക്കെ ഫില്ല് ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷേ ലൈക്ക് ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് ഫിൽ ഇറ്റ് ആൻഡ് ദെൻ ബ്രഷ്. ഞാൻ ഓൾറെഡി എറ്റ്യൂഡിൻ്റെ വാട്ടർ ടിൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഈ വാട്ടർ ടിൻറ്റിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് MB01 സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ദിസ് ഇസ് ലൈക്ക് ഞാൻ ഇട്ടേക്കുന്ന ടിൻറ്റുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് എ ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. ഐ തിങ്ക് ഐ മെസ്ഡ് ഇറ്റ് അപ്പ്. ഇനി അത്യാവശ്യം പരാക്രമണം ഉള്ള കാര്യമാണ്. എനിക്കിച്ചിരി പാടാണ്. ഒരു ഗോപി പൊട്ടിയിടാനുണ്ട്. സോ നിങ്ങളെ കുറച്ച് അടുത്തോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ശിങ്കാറിൻ്റെ ചാന്ത് എടുക്കുന്നു. വെള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു സ്പിൽ തിങ്സ് ഓൾ ഓവർ. ഇത് മെറൂൺ ഷെയ്ഡിലാണ് ചാന്ത് വരുന്നത്. സോ ഐ എം ഗോയിങ് ടു ഫസ്റ്റ് കൈ വരയ്ക്കുന്നു. ആദ്യം ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഒരു പിന്നെടുക്കുക, ചാന്ത് കുറച്ച് പിന്നിലെടുക്കുക. ഉണ്ടോ, പിന്നിൽ ചാന്ത് മുക്കുക. എന്നിട്ട് ഗോപി റെഡിയാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇനി മേക്കപ്പ് മൊത്തം ഈ നെറ്റിയുടെ ഭാഗത്ത് ചെയ്യേണ്ടി വരും എന്നുള്ള ടെൻഷൻ കാരണം തന്നെ ഞാനിത് കുളവാക്കാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ. ചാന്ത് പെട്ടെന്ന് ഉണങ്ങിപ്പോന്നു. Yeah, we got it. എനിക്കിതിന് താഴെ ഇങ്ങനെ വി വരച്ചിട്ടൊക്കെ എഴുതണമെന്നുണ്ട്. പക്ഷെ അതെന്തായാലും കുളമാവും എന്നെനിക്കറിയാം. അതുകൊണ്ട് ലെറ്റ്സ് ജസ്റ്റ് പുട്ട് ലൈക്ക് എ സ്മോൾ ഡോട്ട്. നമുക്കത് ഓവറാക്കി കുളമാക്കുന്നതിനെയും കാട്ടിയിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ട് നമുക്കങ്ങ് നിർത്താം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് മായ്ക്കേണ്ടി വരും. ദിസ് ഇസ് ഗുഡ്. അപ്പോൾ ഫേസ് മേക്കപ്പ് ഏകദേശം ഡണ്ണാണ്. ഇനി ലാസ്റ്റ് എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യാനേ ഉള്ളൂ. വി ഹാവ് ടു പൗഡർ. അത് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത മുടി കെട്ടാം. വേർക്കുന്ന ഏരിയയിലാണെങ്കിൽ പൗഡറിങ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ കുറച്ച് പൗഡർ അണ്ടർ ഐസിൻ്റെ ഏരിയയിലൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ മുടി കെട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നിടാനാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. അപ്പം വാട്ട് ഐ വിൽ ഫസ്റ്റ് ഡു ഇസ് ഇവിടുന്ന് ഒരു സ്മോൾ സെക്ഷൻ എടുത്തിട്ട്, എൻ്റെ തല ശരിക്കും കുറച്ച് ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കുന്നത്. സോ ഒത്തിരി മുടി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് മോർ ട്രയാങ്കിൾ. സോ ഇവിടുന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കുറച്ച് മുടി എടുത്ത് ട്വിസ്റ്റ് ചെയ്യുക. ഒത്തിരി മുടി എടുത്ത് ട്വിസ്റ്റ് ചെയ്യല്ല, കുറച്ചെടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിലോട്ട് കൊണ്ട് ക്ലിപ്പ് ചെയ്യാം. ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതിനിടാനുള്ള ഓർണമെൻറ്റ്സ് ഞാൻ ആദ്യമേ ഇട്ടില്ലെങ്കിൽ എൻ്റെ മുടി കുളവാകും. സോ ഇത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐ തിങ്ക് 4th or 5th സ്റ്റാൻഡേർഡിൽ എപ്പോഴോ പെർഫോം ചെയ്തപ്പോൾ വാങ്ങിച്ചതാണ്. ആൻഡ് ഇറ്റ്സ് മൈ മദർ ഹാസ് കെപ്റ്റ് ഇറ്റ് സ്റ്റിൽ. സോ പെട്ടെന്നൊരാവശ്യം ഇതേപോലെ വന്നപ്പം ഷീ സെഡ് ദാറ്റ് ടെമ്പിൾ ജ്വല്ലറി ഉണ്ടല്ലോ, അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ നമ്മളത് ഇട്ടു. ഇനി ബാക്കി നമുക്ക് തല കെട്ടാം. ഇല്ലെങ്കിൽ ഇനി തല അഴിച്ച് ജ്വല്ലറി ഇടേണ്ടി വരും. ഇതും
ഭയങ്കര എളുപ്പത്തിൽ കെട്ടാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഫോർ ഡാൻസേഴ്സ്, ക്ലാസിക്കൽ ഡാൻസേഴ്സ്. ഇത് കുറച്ചും കൂടെ ഒന്ന് ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ട് ബാക്കിൽ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് ഡണ്ണാണ്. ഇനി ഒന്നുമില്ല, നമ്മൾ സാധാരണ മെടഞ്ഞിടില്ലേ അതേപോലെ മെടഞ്ഞിടാണ്. 3 പാർട്ടീഷൻ എടുക്കണു. മൂന്ന് പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് പിന്നിക്കെട്ടാണ്. എന്നെ അറിയാവുന്നുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും മുടി അഴിച്ചിടാറാണ് പതിവ്. മാക്സിമം ബാക്കിലൊരു ക്ലിപ്പ് വെച്ചേക്കും. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് മുടി കെട്ടാനുള്ള ക്ഷമയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് കെട്ടാനുള്ള ക്ഷമ കുറവാണ് എവിടെയെങ്കിലും പോകുമ്പം. ദാറ്റ് ഈസ് ദ റീസൺ. സോ ജസ്റ്റ് പ്ലേറ്റ് ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ടൈ ചെയ്ത് നമ്മൾ ബാക്കിലോട്ട് ഇടുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ മുടി കെട്ടി കഴിഞ്ഞു. ഫേസിൽ നിന്ന് മുടി മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ഡാൻസ് കളിക്കാൻ നേരത്തെ അത് കൺവീനിയൻ്റ് ആണ്. മറ്റത് നമ്മൾ കളിക്കാൻ നേരത്തെ എപ്പോഴും മുടി വന്ന് ഫ്രണ്ടിലോട്ട് വീഴുന്നത് അത്ര നല്ലതല്ലല്ലോ. സോ ദാറ്റ്സ് വൈ ഐ ടൈഡ് മൈ ഹെയർ വെരി പ്രോപ്പർലി ദിസ് ടൈം. ഇനി നമുക്ക് ജുംക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം വള, പേളിൻ്റെയും 2 ഗോൾഡിൻ്റെയും വള അപ്പുറത്തുപ്പുറത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പണ്ട് ഡാൻസിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ്. സോ ദാറ്റ്സ് ഡൺ, ഓൾമോസ്റ്റ് ഡൺ ആണ് ഗൈസ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചന്ദനക്കുറി തൊട്ട് കൊടുക്കാം. ഞാൻ നാട്ടിൽ വന്നപ്പോൾ പ്രിപ്പയർ ചെയ്തല്ല വന്നത്. അപ്പോൾ എൻ്റെ പ്രാക്ടീസ് സാരിയും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലുള്ള വീട്ടിലായിപ്പോയി. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് സാരിയൊക്കെ കൊടുത്ത് തന്നെ ഞാൻ ഒരുങ്ങുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് പറ്റിയില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂവാണ്. സോ മുല്ലപ്പൂ ഏകദേശം ഒരു മുഴത്തിൽ കൂടുതലുണ്ട്. അപ്പം അത് ജസ്റ്റ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പിന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്ന് ചെയ്യാൻ പിന്ന് കണ്ടാലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്ന് കിട്ടി. ഇവിടെയും കുറച്ച് ഫ്രണ്ടിലായിട്ട് പൂ കാണുന്ന രീതിയിലാണ് ഞാൻ വച്ചു കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ ഏകദേശം വേറെ തന്നെ മേക്കപ്പൊക്കെ പോവാറായി. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂവും റെഡിയായി. ഈ ഒരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പ്രാക്ടീസ് സാരി ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ നാട്ടിലാവുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം എത്രത്തോളം നന്നായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റുമോ അത്രയും നന്നായിട്ടാണ് ഞാൻ ഒരുങ്ങിയാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് കമൻസിൽ എഴുതി അയയ്ക്കുക. അപ്പോൾ ദുപ്പട്ട നമ്മൾ പിൻ ചെയ്യാണ്. ദുപ്പട്ട പിൻ ചെയ്തിട്ട് ഇനി ഇവിടെ ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ കൊടുക്കും. ഇവിടെ ഒരു സേഫ്റ്റി പിൻ കൊടുക്കും. ആൻഡ് അവർ പ്രാക്ടിക്കൽ എക്സാം ഗെറ്റ് റെഡി വിത്ത് മീ ഈസ് ഡൺ. ഞാൻ അൾട്ട ഇടുന്നതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ടാഗ് ചെയ്യും. ഇതിന് ശേഷം അൾട്ട ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അൾട്ട എനിക്ക് കിട്ടിയത് ഡയമണ്ട് ചെറിയ അൾട്ടയാണ്. ഈ ഒരു അൾട്ട മാത്രമേ എൻ്റെ വീടിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളത് പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇയർബഡ്സ് എടുത്ത് ഇയർബഡ്സ് അതിൽ മുക്കിയിട്ട് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആരെങ്കിലും ഇട്ട് തരാനുണ്ടെങ്കിൽ എളുപ്പമാണ്, പക്ഷേ ഇത് സ്വന്തമായിട്ട് ഇടാൻ പറ്റുന്നൊരു പ്രോസസ്സാണ്. എനിക്ക് മൈലാഞ്ചിയും അൾട്ടയും ഒക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് ഇസ് ദ ഡിസൈൻ. അപ്പോൾ ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ഡൺ ആണ്. ഇതാണ് എൻ്റെ ലുക്ക്.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങളുടെ ഫീഡിൽ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.